ധനി സനി ദപ മഗരേ ഗരേ സനി ധനി രേ സാ. നമസ്കാരം പ്രിയരെ. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ദക്ഷിണാമൂർത്തി സ്വാമി ഈണത്തോടെ തന്നെ തുടങ്ങുകയാണ്. വരികൾ: കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. സത്യത്തിൽ രാഗത്തിൻ്റെ പേരൊന്നും അറിഞ്ഞിട്ടല്ല ഒരു സാധാരണക്കാരൻ ഒരു പാട്ട് ആസ്വദിക്കുന്നത്. എങ്കിലും ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഈ മനോഹരമായ പാട്ടിൻ്റെ രാഗം ഏതായിരിക്കും? യെസ്, 22ാമത്തെ മേളകർത്താരാഗമായിട്ടുള്ള ഖരഹരപ്രിയ. ഖരഹരപ്രിയ രാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഉപരാഗങ്ങൾ അല്ലെങ്കിൽ ജന്യരാഗങ്ങൾ ഉള്ള ഒരു രാഗമാണ് സത്യത്തിൽ 22ാമത്തെ മേളകർത്താരാഗമായിട്ടുള്ള ഖരഹരപ്രിയ. ഇതിലൊത്തിരി പാട്ടുകൾ കർണാടക സംഗീതത്തിലായാലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലായാലും ചലച്ചിത്ര ഗാനശാഖയിലായാലും പിറന്നിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ രണ്ട് വഴികൾ, താവഴികൾ, ഒന്ന് കർണാടക സംഗീതവും ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതവുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. കർണാടക സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച് പറയുകയാണെങ്കിൽ ഖരഹരപ്രിയ. ഖരഹരപ്രിയയുടെ സ്വരസ്ഥാനങ്ങൾ സരഗമ പധ നി സാ സാ നി ധ പ മ ഗ രേ സാ. ഇതില് ഗായും നീയും കോമൾ സ്വരങ്ങളാണ്. അതായത് ഒരു മൈനർ ടോണാണ് സത്യത്തിൽ, ഒരു സാഡ് ടോൺ. പക്ഷെ ഇതിൽ ചേർന്ന് വരുമ്പോൾ സരിഗ സരിഗമ പധനി സനി ധ പ മ ഗ രേ ഗരേ ഗരേ സനി ധ രേ സാ. കർണാടക സംഗീതത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഷഡ്ജം, രണ്ടാമത്തെ ഋഷഭം. അതായത് കർണാടക സംഗീതത്തിലെ ശുദ്ധ ഋഷഭം ചതുശ്രുതി ഋഷഭം എന്നാണ് പറയുക. ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണെങ്കിലോ ഇത് ആദ്യത്തേത് കോമൾ ഋഷഭും രണ്ടാമത്തത് ശുദ്ധ ഋഷഭ് ആണ്. പേരിൽ തന്നെ അവിടെ ശരിക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ടെന്ന് ചിന്തിക്കാം. കർണാടക സംഗീതത്തിൽ ആദ്യത്തെ സ്വരത്തിന് ശുദ്ധ ഋഷഭം അല്ലെങ്കിൽ ആദ്യത്തെ രീക്ക് ശുദ്ധ ഋഷഭം, രണ്ടാമത്തെ രീക്ക് ചതുശ്രുതി ഋഷഭം എന്നാണ്. ഹിന്ദുസ്ഥാനിയിൽ ആദ്യത്തെ രീ കോമൾ ഋഷഭ്, രണ്ടാമത്തെ രീ ശുദ്ധ് ഋഷഭ്. ഇവിടെ കർണാടക സംഗീതത്തിൻ്റെ വഴിയിൽ പറയുകയാണെങ്കിൽ ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, മധ്യമം, മധ്യമത്തിൽ ശുദ്ധമധ്യമം. അത് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ശുദ്ധ് ഒന്നാമത്തെ മധ്യമം തന്നെയാണ്. പഞ്ചമം ഓഫ് കോഴ്സ്, ധൈവതം രണ്ടാമത്തെ, അതായത് ചതുശ്രുതി ധൈവതം എന്ന് കർണാടക സംഗീതത്തിലും ശുദ്ധ ധൈവത് എന്ന് ഹിന്ദുസ്ഥാനിയിലും. നിഷാദം നി ഒന്നാമത്തത്, കോമൾ എന്ന് ഹിന്ദുസ്ഥാനിയിലും കൈശിക നിഷാദം അല്ലെങ്കിൽ കൈശിക നിഷാദം എന്ന് കർണാടക സംഗീതത്തിലും. അപ്പം ഞാനതൊന്ന് വായിച്ചു പാടാം. സരിഗമ പധ നി സാ സാ നി ധ സാ നി ധ പ മ ഗ രേ സാ.
ഈ രാഗത്തിലാണ് ഈ പാട്ട് സ്വാമി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആസ്വദിക്കാത്തവർ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒന്നുകൂടെ 4 വരി ഞാൻ ആ പാട്ടിൻ്റെ ഇഷ്ടം കൊണ്ടാണ്. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള കൃഷ്ണഭക്തിഗാനങ്ങളുടെ സമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കമില്ലാണ്ട് പലരും പറയും മയിൽപ്പീലി എന്നുള്ള കാസറ്റാണെന്ന്. എസ് രമേശൻ നായരുടെ മനോഹരമായ വരികൾക്ക് ജയവിജയ അഭൗമ സംഗീതം, കെ ജി ജയൻ സാറിൻ്റെ അഭൗമ സംഗീതത്തിൽ വിരിഞ്ഞ ഈ രാഗത്തിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. യമുനയിൽ ഖരഖര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ. യമുനയിൽ ഖരഖര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. യമുനയിൽ ഖരഖര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. വേറെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ, സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ. നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലെൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ. നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലെൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോരുദ്യാനമേ. ഇങ്ങനെ ആലോചിച്ചാൽ മലയാളത്തിൽ എണ്ണമറ്റ പാട്ടുകൾ ഈ രാഗത്തിൽ പിറന്നിട്ടുണ്ട്.